വീണ്ടും മനസ്സമ്മതം. ഭാഗം 8. കഥാരചന ഉമ്മു ഫർഹത്ത്. അവതരണം ഷാജഹാൻ ചളിക്കോട്. രാത്രിയിൽ അപ്പുറത്തെ മുറിയിൽ നിന്നുയർന്ന രോഹിത്തിൻ്റെയും വിനയിൻ്റെയും തർക്കം മെറിൻ്റെ ഉറക്കം കെടുത്തിയിരുന്നു. എങ്കിലും പ്രഭാതകിരണങ്ങൾ ജനാലയിലൂടെ മുറിയിലേക്ക് അരിച്ചെത്തിയപ്പോൾ അവൾക്ക് വല്ലാത്തൊരു ഉന്മേഷം തോന്നി. ഇന്നാരോടും പരാതി പറയാനില്ലാത്ത, ആരെയും ആശ്രയിക്കാത്ത ഒരു പുതിയ ദിവസത്തിൻ്റെ തുടക്കമാകണമെന്ന് അവൾക്ക് ആഗ്രഹം തോന്നി. അവൾ പതുക്കെ എഴുന്നേറ്റ് റെഡിയായി. ഇളം നീല നിറത്തിലുള്ള ഒരു സിമ്പിൾ ചുരിദാറാണ് അവൾ തിരഞ്ഞെടുത്തത്. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടി പതുക്കെ ഒതുക്കി കെട്ടുമ്പോൾ ആ പഴയ മെറിനെ അവൾ അവിടെ കണ്ടില്ല. കണ്ണെഴുതാനോ പൊട്ടു തൊടാനോ അവൾക്ക് തോന്നിയില്ല. എങ്കിലും അവളുടെ മുഖത്ത് പടർന്ന നിശ്ചയദാർഢ്യം മറ്റേതൊരു മേക്കപ്പിനേക്കാളും അവൾക്ക് തിളക്കം നൽകിയിരുന്നു. അവൾ തൻ്റെ ചെറിയ ഓഫീസ് ബാഗും തോളിലിട്ട് പുറത്തേക്ക് വന്നപ്പോൾ വിനയ് ഡൈനിങ് ടേബിളിലിരുന്ന് കോഫി കുടിക്കുകയാണ്. ഓഫീസിലേക്ക് പോകാൻ അവനും റെഡിയായിരുന്നു. മെറിനെ ആ ലുക്കിൽ കണ്ടപ്പോൾ അവനൊന്ന് അത്ഭുതപ്പെട്ടു. മെറിൻ, നീ നേരത്തെ റെഡിയായോ? ഞാൻ നിനക്ക് ഊബർ ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നില്ലേ? വിനയ് മൃദുവായി ചോദിച്ചു. വേണ്ട വിനയ്, ഞാൻ തന്നെ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ എത്തും. വിനയ്ക്ക് ഇന്ന് സൈറ്റിൽ പോകേണ്ടതല്ലേ? എൻ്റെ കാര്യം ഓർത്ത് താൻ ടെൻഷൻ ആവേണ്ട, മെറിൻ ശാന്തമായി പറഞ്ഞു. മെറിൻ, ദാ കോഫി കുടിക്ക്, എന്നിട്ട് പോകാം. വേണ്ട വിനയ്, ഞാൻ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോളാം. തൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലല്ലോ, ഞാൻ ജീപ്പേ ചെയ്യാം. ഇപ്പോൾ എനിക്ക് കാശിൻ്റെ ആവശ്യമില്ല വിനയ്, എനിക്ക് സാലറി തരാനാവുമ്പോൾ മാത്രം തന്നാൽ മതി. അവൾ പറഞ്ഞതിന് വിനയ് എന്തോ പറയാൻ തുടങ്ങിയപ്പോഴാണ് രോഹിത്ത് തൻ്റെ മുറിയിൽ നിന്നും ഇറങ്ങി വന്നത്. അവൻ മെറിനെ ഒന്ന് പുച്ഛിച്ചു നോക്കിയിട്ട് വിനയിൻ്റെ അരികിൽ പോയിരുന്നു. വിനു, നമുക്കിന്ന് വൈകുന്നേരം പുറത്തു പോയാലോ? അവൻ മനഃപൂർവ്വം മെറിൻ കേൾക്കെ ചോദിച്ചു. അവൻ്റെ സംസാരത്തിൽ വിനയ് അസ്വസ്ഥനായി മെറിനെ നോക്കി. പക്ഷേ മെറിൻ അത് ശ്രദ്ധിച്ചതുകൂടിയില്ല. രോഹി, ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട, ഇന്നെനിക്ക് ആകെ ബിസിയാണ്. പിന്നെ മെറിൻ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നടന്നു. ലിഫ്റ്റിൽ താഴേക്ക് പോകുമ്പോൾ അവളുടെ ഉള്ളിൽ ചെറിയൊരു ഭയമുണ്ടായിരുന്നു. എങ്കിലും അതിനേക്കാൾ വലിയൊരു ആത്മവിശ്വാസം അവളെ നയിച്ചു. ബാംഗ്ലൂരിലെ തിരക്കേറിയ റോഡുകളിലൂടെ ടാക്സി നീങ്ങുമ്പോൾ മെറിൻ ഗ്ലാസ്സിലൂടെ പുറത്തെ കാഴ്ചകൾ നോക്കിക്കൊണ്ടിരുന്നു. ആളുകൾ തങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് ഓടുകയാണ്. അവൾക്കും ഇനിയൊരു ലക്ഷ്യമുണ്ട്. ഇന്നാരുടെയെങ്കിലും സഹായം ചോദിക്കണം. ആരെങ്കിലും സഹായിക്കാതിരിക്കില്ല. അവൾക്കുള്ളിൽ പ്രതീക്ഷ ഉദിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് ഓഫീസിലെത്തിയപ്പോൾ കൂടുതൽ ആരും അവിടെ എത്തിയിരുന്നില്ല. അഡ്മിൻ സെക്ഷനിലെ തൻ്റെ സീറ്റിലിരിക്കുമ്പോൾ മെറിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു സമാധാനം തോന്നി. ഫയലുകൾക്കിടയിൽ അവൾ തൻ്റെ ജോലിയിൽ മുഴുകി. ഓരോ ഫയലിലും ചെക്ക് ചെയ്യുമ്പോൾ വിനയിൻ്റെ പേരിനൊപ്പം വിനയിൻ്റെ വീട്ടുപേര് കണ്ടപ്പോൾ അവളിൽ ചെറിയ അസ്വസ്ഥത ഉണ്ടാക്കിയെങ്കിലും ആ പേര് നൽകുന്ന ജോലി അവൾക്ക് പ്രിയപ്പെട്ടതായിരുന്നു. മമ്മിയെ പിന്നെ വിളിച്ചിട്ടില്ല. വിളിക്കുമ്പോൾ എന്ത് സംസാരിക്കാനാണ്? എന്നാലും വിവാഹം കഴിഞ്ഞ് തന്നെ തിരിഞ്ഞു നോക്കാത്ത, ഒന്ന് അന്വേഷിക്കുക പോലും ചെയ്യാത്ത സ്വന്തം വീട്ടുകാരെക്കാൾ അവൾക്ക് വിനയൻ്റെ വീട്ടുകാരോട് സ്നേഹമുണ്ട്. ഇടയ്ക്ക് കോഫി മെഷീൻ്റെ അടുത്ത് വെച്ചാണ് അവൾ നിധിയെ പരിചയപ്പെടുന്നത്. ജീൻസും കൂർത്തയും ധരിച്ച ചുറുചുറുക്കുള്ള നിധി വളരെ സ്നേഹത്തോടെയാണ് മെറിനോട് സംസാരിച്ചത്. ഹായ് മെറിൻ, ഇന്നലെ കണ്ടപ്പോൾ ഞാൻ ഒത്തിരി തിരക്കിലായിരുന്നു. ഞാൻ നിധി, IT സെക്ഷനിലാണ്. നിധി പുഞ്ചിരിയോടെ കൈനീട്ടി. ഹായ് നിധി, ഞാൻ മെറിൻ. അവർക്കിടയിൽ പെട്ടെന്ന് തന്നെ ഒരു സൗഹൃദം ഉടലെടുത്തു. ജോലി തിരക്കുകൾക്കിടയിലും നിധി ഇടയ്ക്കിടെ വന്ന് മെറിൻ്റെ വിശേഷങ്ങൾ തിരക്കി. ഉച്ചഭക്ഷണത്തിന് ഒന്നിച്ച് രണ്ടുപേരും ക്യാൻറ്റീനിൽ ഇരുന്നപ്പോൾ മെറിൻ തൻ്റെ ഉള്ളിലെ ആവശ്യം പതുക്കെ നിധിയോട് പങ്കുവച്ചു. നിധി, എനിക്കിവിടെ ഒരു താമസ സ്ഥലം വേണം. ഏതെങ്കിലും നല്ല ഹോസ്റ്റലോ PGയോ നിനക്കറിയാമോ? എനിക്കിപ്പോൾ നിൽക്കുന്ന ഫ്ലാറ്റിൽ തുടരാൻ കഴിയില്ല. എന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുമോ? മെറിൻ താഴ്ന്ന സ്വരത്തിൽ ചോദിച്ചു. നിധി ഒരു നിമിഷം ആലോചിച്ചു. മെറിൻ, ഞാനിപ്പോൾ 2 BHK അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. കൂടെ ഉണ്ടായിരുന്ന കുട്ടി കഴിഞ്ഞ മാസം വിവാഹം കഴിഞ്ഞു പോയി. ഇപ്പോൾ ഞാൻ അവിടെ ഒറ്റക്കാണ്. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ കൂടെ വരാം. വാടക ഷെയർ ചെയ്താൽ നമുക്ക് 2 പേർക്കും ലാഭമാകും. മാത്രമല്ല, നിനക്ക് അവിടെ വരണമെങ്കിൽ ഒന്നിനെക്കുറിച്ചും പേടിക്കണ്ട. ഞാൻ എനിക്ക് പറ്റിയ ഒരാളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കേട്ട് മെറിൻ്റെ കണ്ണുകൾ തെളിഞ്ഞ്. സത്യമാണോ നിധി? എനിക്ക് വരാൻ ഒത്തിരി താല്പര്യമുണ്ട്. പക്ഷേ നിനക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഹേയ്, എന്ത് ബുദ്ധിമുട്ട്? എനിക്കും അവിടെ ഒരാളുടെ കൂടെ ഇരിക്കുന്നത് വലിയൊരു ആശ്വാസമായിരിക്കും. ഇന്ന് ഓഫീസ് കഴിഞ്ഞ് നിനക്കെൻ്റെ കൂടെ വരാം. നീ സാധനങ്ങളൊക്കെ എടുത്ത് അങ്ങോട്ട് പോന്നോളൂ. ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്തേക്കാം. മെറിന് അത് വലിയൊരു അനുഗ്രഹമായി തോന്നി. ദൈവമായി അയച്ചു തന്ന ഒരാളാണ് നിധി എന്നവൾ കരുതി. ഓഫീസ് സമയം കഴിഞ്ഞപ്പോൾ അവൾ വിനയിനെ ഒന്ന് കാണാൻ ശ്രമിച്ചു. വിനയ് സൈറ്റിൽ നിന്നും തിരികെ എത്തിയിരുന്നില്ല. മെറിൻ അവനൊരു വാട്സപ്പ് മെസ്സേജ് അയച്ചു. വിനയ്, എനിക്കൊരു താമസ സ്ഥലം ശരിയായിട്ടുണ്ട്. ഞാൻ ഇന്ന് അങ്ങോട്ട് മാറുകയാണ്. ലൊക്കേഷൻ പിന്നീട് അയക്കാം. മെസ്സേജ് അയച്ച ശേഷം അവൾ വിനയിൻ്റെ ഫ്ലാറ്റിലേക്ക് ടാക്സിയിൽ ചെന്നു. അയാളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ലിഫ്റ്റിൽ കയറി അവിടെ എത്തുമ്പോൾ വിനയ് എത്തിയിരുന്നില്ല. പക്ഷേ രോഹിത് അവിടെ ഉണ്ടായിരുന്നു. അവൻ സോഫയിലിരുന്ന് എന്തോ കുടിക്കുകയായിരുന്നു. അവൾ അവനെ മൈൻഡ് ചെയ്യാതെ തൻ്റെ മുറിയിൽ കയറി അലമാര തുറന്ന് അവൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സുകൾ പാക്ക് ചെയ്യാൻ തുടങ്ങി.
താൻ കൊണ്ടുവന്ന ട്രോളി ബാഗ് തുറന്ന് അതിലേക്ക് ഓരോന്നായി എടുത്തു വെച്ചു. പെട്ടെന്ന് അവളെല്ലാം പാക്ക് ചെയ്യുന്നത് കണ്ടപ്പോൾ രോഹിത് വാതിൽക്കൽ വന്ന് ഒരു വിജയച്ചിരിയോടെ അവളെ നോക്കി. ഹോ, നീ പോവുകയാണോ? അതാ നല്ലത്. ഇനി വിനയൻ്റെ ഭാരം കുറഞ്ഞല്ലോ. നീ ഇത് നേരത്തെ ചെയ്യണമായിരുന്നു, രോഹിത് പരിഹാസത്തോടെ പറഞ്ഞു. മെറിൻ ഒന്നും മിണ്ടിയില്ല. 2 ദിവസങ്ങളായിട്ടേ ഉള്ളൂ ഇങ്ങോട്ടെത്തിയിട്ട്. എന്നിട്ടാണ് അവൻ പറയുന്നത്. അവൾക്ക് ദേഷ്യം പിടിച്ചെങ്കിലും സംയമനം പാലിച്ചു. അവളെല്ലാം എടുത്ത് ബാഗിൽ അടുക്കി വെച്ചു. പോകുന്നതിന് മുമ്പ് വിനയ് തനിക്ക് തന്ന സ്വർണ്ണാഭരണങ്ങൾ അടങ്ങിയ പെട്ടി ഡൈനിങ് ടേബിളിൽ വെച്ചു. വിനയ് കഴുത്തിലണിയിച്ച ആ മിന്ന് മാത്രം അവൾ ഊരിയില്ല. അത് ഊരേണ്ടത് വിനയിൻ്റെ കൈകളാലാണെന്ന് അവൾ ഉറപ്പിച്ചിരുന്നു. സാധനങ്ങളുമായി പുറത്തേക്കിറങ്ങുമ്പോൾ രോഹിത് വാതിൽക്കൽ വന്നു നിന്നു. ഗുഡ് ലക്ക് മെറിൻ. ഇനി വിനയിൻ്റെയും എൻ്റെയും ജീവിതത്തിൽ നിഴലായി നീ വരാതിരുന്നാൽ മതി. നിനക്ക് വേറെ വല്ലവനെയും നോക്കുന്നതാവും നല്ലത്. മെറിൻ ബാഗ് നിലത്ത് വെച്ച് തിരിഞ്ഞു നിന്നവനെ ഒന്ന് രൂക്ഷമായി നോക്കി. രോഹിത്, വിനയൻ്റെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി വന്നതല്ല ഞാൻ വന്നത് എൻ്റെ ഇഷ്ടപ്രകാരവുമല്ല. പക്ഷേ ഇവിടുന്ന് പോകുന്നത് എൻ്റെ സ്വന്തം തീരുമാനപ്രകാരമാണ്. വിനയനെപ്പോലെ മറ്റൊരാളുടെ നിയന്ത്രണത്തിൽ ജീവിക്കുന്ന ആളല്ല ഞാനെന്ന് നിങ്ങൾ ഉടനെ മനസ്സിലാക്കും. പിന്നെ ഒരു കാര്യം കൂടി, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കുന്നതിനേക്കാൾ നല്ലത് സ്വന്തം ജീവിതം നേരെയാക്കുന്നതാണ്. പുറത്ത് കാത്തു നിൽക്കുന്ന ടാക്സിയിൽ കയറി നിധിയുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തുമ്പോൾ മെറിൻ്റെ ഉള്ളിൽ ഒരു വലിയ ഭാരം ഒഴിഞ്ഞതുപോലെ തോന്നി. നിധിയുടെ അപ്പാർട്ട്മെൻറ്റ് മനോഹരവും നല്ലൊരു ആംബിയൻസ് നിറഞ്ഞതുമായിരുന്നു. ലൈറ്റ് പീച്ച് നിറമുള്ള ചുവരുകളും ധാരാളം ചെടികളും ആ വീടിന് ഒരു ജീവൻ നൽകിയിരുന്നു. മെറിൻ ഒത്തിരി ഇഷ്ടമായി. വാ മെറിൻ, അകത്തേക്ക് വരൂ. ഇത് ഇനി മുതൽ നിൻ്റെ മുറിയാണ്. നിധി സ്നേഹത്തോടെ അവളെ എതിരേറ്റുകൊണ്ട് ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി. ഒരു ചെറിയ കട്ടിലും അലമാരയും കുഞ്ഞൊരു മേശയുമുള്ള വൃത്തിയുള്ള മുറി. മെറിൻ അത് തന്നെ വലിയൊരു കൊട്ടാരമായി തോന്നി. വലിയ വീടുകളിൽ ജീവിച്ചവളാണേലും അവിടെയൊന്നും അവൾക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല. ഇവിടെ അങ്ങനെയല്ലല്ലോ. മുറിയിൽ തൻ്റെ ബാഗുകൾ വെച്ച ശേഷം മെറിൻ ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നു. അവിടെ നിന്നും നഗരത്തിൻ്റെ മനോഹരമായ കാഴ്ച കാണാമായിരുന്നു. അപ്പോഴാണ് വിനയിൻ്റെ കോൾ വന്നത്. മെറിൻ, നീ ഇപ്പോൾ എവിടെയാ? നീ എന്തിനാ ആരോടും പറയാതെ പോയത്? മമ്മിയും പപ്പയും അറിഞ്ഞ ഞാൻ അവരോട് എന്ത് സമാധാനം പറയും? നീ വല്ലാത്തൊരു സ്വഭാവമാണല്ലോ കാണിക്കുന്നത്. വിനയിൻ്റെ സ്വരത്തിൽ ആശങ്കയും ദേഷ്യവും ഉണ്ടായിരുന്നു. വിനയ്, നിങ്ങൾ എന്നോട് ഇങ്ങനെ പറയാതെ രോഹിത്തിനോട് പോയി പറഞ്ഞാൽ മതി. ഞാനിപ്പോൾ സേഫാണ്. ഓഫീസിൽ എൻ്റെ സുഹൃത്ത് നിധിയോടൊപ്പമാണ് ഇനി മുതൽ എൻ്റെ താമസം. എനിക്ക് എൻ്റേതായ ഒരു സ്പേസ് വേണം. നിങ്ങൾ തന്ന സഹായങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ഇനി ഒരിക്കലും നിങ്ങൾക്ക് ശല്യമാകില്ല എന്ന് ഉറപ്പാണ്. മെറിൻ പ്ലീസ്, നീ ഇത് വീട്ടിൽ പറയരുത്. ഞാൻ മാനേജ് ചെയ്തോളാം, വിനയ് കെഞ്ചുന്നത് പോലെ പറഞ്ഞു. ഇല്ല വിനയ്, ഞാനൊന്നും ആരോടും പറയില്ല. എനിക്ക് ആരോടും പകയില്ല. എനിക്ക് എൻ്റെ ജീവിതം നല്ല രീതിയിൽ ഒന്ന് റെഡിയാക്കണം, അത്രമാത്രം. മെറിൻ ഫോൺ കട്ട് ചെയ്തു. നിധി ചായയുമായി അവളുടെ അടുത്തേക്ക് വന്നു. മെറിൻ, വിഷമിക്കേണ്ട, എല്ലാം ശരിയാകും. നിൻ്റെ പ്രശ്നങ്ങൾ എനിക്കറിയില്ല, എന്നാലും പറയാണ്. നമ്മൾ പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കാനും പഠിക്കണം. നിനക്കിനി എന്ത് സഹായത്തിനും കൂടെ ഞാനുണ്ട്. നിധി ചിരിച്ചുകൊണ്ട് അവൾക്ക് നേരെ ചായക്കപ്പ് നീട്ടി. മെറിൻ അത് വാങ്ങി ഒരു സിപ്പ് കുടിച്ചു. ചായയുടെ ചൂടിനൊപ്പം അവളുടെ ഉള്ളിൽ ഒരു പുതിയ ഊർജം പടർന്നുകൊണ്ടിരുന്നു. രാത്രിയിൽ നിധിയോടൊപ്പം ആഹാരം കഴിക്കുമ്പോൾ മെറിൻ തമാശകൾ പറഞ്ഞ് ഒരുപാട് ചിരിച്ചു. മാസങ്ങൾക്ക് ശേഷമാണ് അവൾ ഇത്രയും സന്തോഷത്തോടെ സംസാരിക്കുന്നത്. വിനയിൻ്റെ ഫ്ലാറ്റിലെ ആശ്വാസം മുട്ടലിൽ നിന്നും മെറിൻ എന്ന പെൺകുട്ടി ചിറക് വിരിച്ച് പറന്നു തുടങ്ങിയിരിക്കുന്നു. അടുത്ത ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുക. ഞങ്ങളുടെ കഥ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേരുക. നന്ദി. തുടരും.